ഞങ്ങളെ അടുത്തും അകലെയുമായി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഒരു പ്രാവശ്യം കൂടെ ഞങ്ങളുടെ വന്ദനങ്ങളെ അറിയിച്ചുകൊള്ളുന്നു. Greetings to all in the name of our Lord and Savior Jesus Christ. നമുക്ക് ചുരുക്കം പേർക്കാണെങ്കിലും കർത്താവിന്റെ സന്നിധാനത്തിൽ കടന്നു വന്ന് കർത്താവിനെ ആരാധിപ്പാൻ ഇന്നുവരെയും കർത്താവ് സഹായിച്ചു കൊണ്ടിരിക്കുന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. Thank God for enabling us to worship in His name. ഈ കോവിഡ് തുടങ്ങിയ കാലം തുടങ്ങി നമുക്ക് ഒരിക്കൽ പോലും നമ്മുടെ സഭായോഗമോ മറ്റു മീറ്റിങ്ങുകളോ ക്യാൻസൽ ചെയ്യേണ്ടി വന്നിട്ടില്ല. നമുക്ക് ഈ ചർച്ചിൽ കടന്നു വന്ന് കർത്താവിനെ ആരാധിക്കുവാൻ കർത്താവ് ഇന്നുവരെയും സഹായിച്ചു. We never had to cancel our meeting due to COVID, and I praise God for that. എന്നാൽ ബാക്കിയുള്ളവർക്കും കൂടെ കടന്നു വന്ന് ഒരുമിച്ച് ആരാധിപ്പാൻ ദൈവം എത്രയും വേഗം സൗകര്യം ഒരുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. And I pray that it'll be the same for the rest of the people. നമ്മൾ ഈ കാര്യങ്ങളൊക്കെയും കാണുമ്പോൾ നമ്മൾക്ക് ആകെപ്പാടെ ചെയ്യുവാനുള്ളത്, ദൈവമേ നിന്റെ ഹിതം എന്നിൽ കൂടെ നിവർത്തിക്കണമേ, നിന്റെ നാമം മഹത്വീകരിക്കണമേ, അതിനുവേണ്ടി എന്നെ ഉപയോഗിക്കണമേ എന്നുള്ള പ്രാർത്ഥനയാണ് വേണ്ടുന്നത്. ഇന്നത്തെ ചിന്താവിഷയത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ച് തിരഞ്ഞെടുത്തു വന്നിരിക്കുന്ന വേദഭാഗം വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിന്റെ 4-5 വാക്യമാണ്. For today's meditation, I would like to read from Revelations chapter 5, verses 4 and 5. പുസ്തകം തുറന്ന് വായിപ്പാനെങ്കിലും അത് നോക്കുവാനെങ്കിലും യോഗ്യനായ ആരെയും കാണായികൊണ്ട് ഞാൻ ഏറ്റവും കരഞ്ഞു. അപ്പോൾ മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട്, കരയേണ്ട, യഹൂദാഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ പുസ്തകവും അതിന്റെ 7 മുദ്രയും തുറപ്പാൻ തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. It reads, I wept and wept because no one was found who was worthy to open the scroll or look inside. Then one of the elders said to me, do not weep. കർത്താവായ യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനം കഴിഞ്ഞ ശേഷം അപ്പോസ്തലന്മാർ വിവിധ സ്ഥലങ്ങളിൽ കർത്താവിനെ സുവിശേഷീകരിക്കുകയും അതിൻ്റെ ഫലമായി യോഹന്നാൻ എന്ന കർത്താവിൻ്റെ പ്രിയപ്പെട്ട ശിഷ്യൻ പത്മോസിൽ അടയ്ക്കപ്പെട്ട സമയത്ത് താൻ ഒരു ദർശനം കണ്ടതാണ് ഇതിന്റെ പശ്ചാത്തലം. After the resurrection of Jesus Christ, the disciples were scattered, spreading the gospel, and John, who was in Patmos, this is the vision that he sees. അങ്ങനെ താനായിരുന്ന സമയത്ത് ദൈവസന്നിധാനത്തിൽ പ്രാർത്ഥിക്കുകയും ദൈവത്തിന്റെ ആത്മാവ് തന്നെ കൂട്ടിക്കൊണ്ട് സ്വർഗത്തിലേക്ക് പോവുകയും ചെയ്ത പശ്ചാത്തലമാണ് 4 മുതൽ നാം വായിക്കുന്ന context. And from verses 4 onwards, the context is that John was praying and he was taken up to heaven in a vision. താനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് തന്നെ തനിക്ക് തേജോമയനായി പ്രത്യക്ഷപ്പെടുകയും തന്നോട് ചില കാര്യങ്ങൾ അറിയിക്കുകയും ചെയ്തതാണ് 1, 2, 3 അധ്യായങ്ങളിൽ നാം വായിക്കുന്നത്. As he was praying, God himself appeared to John, and that is what you read in chapter 1, 2, and 3. 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ താൻ ഒരു വലിയ പ്രശ്നത്തിന്റെ നടുവിൽ അഭിമുഖീകരിക്കപ്പെട്ടിരിക്കുകയാണ്. When it comes to chapter 5, John is facing a great crisis. താനെ ഒരു ദർശനത്തിൽ കാണുകയാണ്, സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ കയ്യിൽ ഒരു മുദ്രയും ഒരു എഴുത്തുള്ള ഒരു മുദ്രയുമുള്ള ഒരു പുസ്തകം കണ്ടു. അത് തുറക്കുവാനോ പൊട്ടിക്കുവാനോ ആർക്കും കഴിയുന്നില്ലാത്ത ഒരു നിസ്സഹായത താൻ കണ്ടുകിട്ടി. What he is seeing is a seal on a scroll that no one can open. അപ്പോൾ താനെ കരഞ്ഞു എന്നല്ല, ഏറ്റവും കരഞ്ഞു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. And here it doesn't say that he just cried, but he is really frustrated about it. കരയുക എന്നുള്ളത് മാനുഷികമായ ഒരു സ്വഭാവമാണ്. Weeping is natural. 4 വിധത്തിലുള്ള കരച്ചിലുകൾ നമുക്ക് കാണാൻ കഴിയും. There are 4 types of weeping that we can see. ഒന്നാമത് നമുക്ക് വിഷമം വരുമ്പോൾ, ഭാരം വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ ആത്മാർത്ഥമായി കരയുന്നത്. One is when we face with trouble, and that sort of weeping. ചിലര് സിമ്പതി, മറ്റുള്ളവർ കരയുമ്പോൾ അവരോടുള്ള സിമ്പതിയിൽ കരയുന്നവര്. And sometimes people cry because they feel sympathetic to other people or on others' behalf. വേറെ ഒരു കൂട്ടര് കരയുക എന്ന് ഭാവിക്കാൻ വേണ്ടി കരയുന്നവര്. And some people who pretend to be burdened and they cry. മറ്റു ചിലര് എന്ത് കണ്ടാലും ആവശ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും കരച്ചില്ലെന്നുള്ള ഒരു സ്വഭാവമുള്ളവര്. And some there are others that just cry for no reason. ഇങ്ങനെ കരച്ചില് വേദപുസ്തകത്തിൽ അത്ര മോശമായ കാര്യമായിട്ടല്ല പറഞ്ഞേക്കുന്നത്. So weeping is not really mentioned as such a bad thing in the scripture. എന്നാൽ കാര്യമായതിനു വേണ്ടിയേ കരയാവൂ എന്ന് വേദപുസ്തകത്തിൽ നമ്മളൊക്കെ ഓർമ്മ നൽകുന്നു. We see throughout the scripture that you should weep for the things that you should weep for. നമ്മളിൽ പലരും കാര്യമോ കാരണമോ അറിയാതെ കരയുന്നവരാണ്. A lot of times we weep without knowing what we should weep for. സ്വർഗത്തിൽ കരച്ചിലില്ലെന്നാണ് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്. Scripture teaches us that there's no weeping in heaven. എന്നാൽ സ്വർഗത്തിന്റെ ദർശനം കണ്ടപ്പോൾ ഒരാൾ ഇവിടെ കരയുകയാണ്. But when someone saw a vision of heaven, here he's weeping. അത് അല്പം കരഞ്ഞു എന്നല്ല, ഏറ്റവും കരഞ്ഞു. അതിന്റെ ഇംഗ്ലീഷിൽ പറയുന്ന wept and wept എന്നാ പറഞ്ഞിരിക്കുന്നത്. He did not just weep, the scripture says he wept and wept. ഒരു
ഉപാധിയും കാണാത്ത വിധത്തിൽ താൻ നിലവിളിക്കുകയാണ്. He's weeping without seeing a hope. അപ്പോൾ മൂപ്പന്മാരിൽ ഒരുവൻ വന്ന് അവനോട് പറഞ്ഞു, നീ കരയേണ്ട ആവശ്യമൊന്നുമില്ല. And after that, one of the elders came up to him and told him that do not weep, കാരണം ഇതിന് ജയം പ്രാപിച്ച ഒരുവനുണ്ട് നമ്മുടെ നടുവിൽ. because there's one who has won victory in our midst. അവൻ ദാവീദിന്റെ കുടുംബത്തിൽപ്പെട്ടവനും യഹൂദാ ഗോത്രത്തിലെ സിംഹവുമാണ്. He's the lion. He's from the tribe of Judah, and he has roots of David. അപ്പോൾ താൻ നോക്കിയപ്പോൾ താൻ ഒരു സിംഹത്തെ ഒന്നും കാണുന്നില്ല. രാജാവിന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്ന ഒരു തേജോമയനായ സർവശക്തിയുള്ള മഹാരാജാവിനെയും കാണുന്നില്ല. As he looks around, he doesn't see this triumphant king. അവിടെ താൻ കാണുന്നത് അറുക്കപ്പെട്ട ഒരു കുഞ്ഞാടിനെയാണ്. And what he sees there is the lamb that was slain. താൻ കേൾക്കുന്നത് മഹാശക്തനായി വലിയവനായി ഈ പുസ്തകം തുറക്കുവാനും മുദ്ര വെട്ടിപ്പാനും കഴിവുള്ള ഒരു ലയനെ പോലുള്ള ഒരു നേച്ചറിനെയാണ് മൂപ്പൻ അങ്ങോട്ട് പ്രതിഷ്ഠിക്കുന്നത്. The elders presenting him a triumphant king who was won it all. അപ്പോൾ താൻ കാണുന്നത് ജീവൻ പോയ അറുക്കപ്പെട്ട കുഞ്ഞാടെന്ന് പറഞ്ഞാൽ എന്താ? ജീവനുള്ളതല്ല, ആണോ? ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല എന്തെങ്കിലും അറുത്ത് കഴിഞ്ഞാൽ പിന്നെ ജീവനുള്ളത്. എന്നാൽ അങ്ങനെയുള്ള ഒരു അവസ്ഥയിലുള്ള ഒരു കുഞ്ഞാടിനെയാ കാണുന്നത്. But what he is seeing is a lamb that was slain. അപ്പോൾ നാം പ്രതീക്ഷിക്കുന്നതല്ല ഇവിടെ പശ്ചാത്തലത്തിൽ ദൈവത്തിന്റെ ആത്മാവിന് കാണിച്ചു കൊടുക്കുന്നത്. So he's not seeing what he had hoped to see. ഇതാണ് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾക്ക് സംഭവിക്കുന്നത്. Likewise, this is what happens in our life quite നാം often. വലിയ കാര്യങ്ങൾ പ്രതീക്ഷിക്കുമ്പോൾ ദൈവം നമുക്ക് കാണിക്കുന്നത് നാം പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങളാണ്. When we expect great things, God shows us things that we typically don't ഇവിടെ expect. കർത്താവായ യേശുക്രിസ്തു പ്രത്യക്ഷപ്പെട്ടപ്പോൾ പറഞ്ഞു, സർവശക്തിയുള്ള ദൈവമായി ഇന്നലകളിലും ഇന്നും നാളെയും ഉള്ളവനായി പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. When Jesus appeared, he said he is the same God that appeared yesterday, today, and will appear tomorrow. അവൻ ആരംഭവും അവസാനവുമാണ്, ആൽഫയും ഒമേഗയാണെന്ന് പറഞ്ഞു. He is the beginning and end, and he is the Alpha and Omega. അവൻ മരിച്ചവനാണെങ്കിലും ജീവിക്കുന്നു, സകലത്തിന്റെയും താക്കോൽ കൈവശമുള്ളവനാണെന്ന് പറഞ്ഞു. Even though he died, he rose again, and he holds the key to all things. പക്ഷേ ഇതൊന്നും ഉള്ളിന്റെ ഉള്ളിലേക്ക് യോഹന്നാന്റെ ഉള്ളിലും കയറിയിട്ടില്ല. But none of that has entered into the heart of John. മഹാദൈവം യേശുവാണെന്നും താൻ കടന്നു വന്നിരിക്കുന്നെന്നും തന്നെ കൊണ്ട് കഴിയാത്തത് ഒന്നുമില്ല എന്നും സകലത്തിന്റെയും താക്കോൽ തന്റെ കൈവശമാണെന്നും വെളിപ്പാട് കിട്ടിയിട്ടും താനെ ഇപ്പോൾ ഒരു വലിയ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. Even though John has received all this revelation, he's in the midst of a great crisis. കേട്ട പാടെ കേൾക്കാത്ത പാടെ കരച്ചിൽ തുടങ്ങി. And he started weeping. അത് സ്വർഗത്തിൽ വെച്ച് കരയുന്നു. And weeping in heaven. പലപ്പോഴും നമ്മളും ഇങ്ങനെയാണ്. Oftentimes we're just like this. ദൈവമായി കർത്താവ് നമുക്ക് വേണ്ടി നൽകിയിരിക്കുന്നതും കർത്താവ് ആരാണെന്നും കർത്താവിന്റെ സാന്നിധ്യം കൊണ്ടും ദർശനം കൊണ്ടും അവന്റെ പ്രവൃത്തി കൊണ്ടും നമുക്ക് വെളിപ്പാടുകൾ ലഭിച്ചിരിക്കുകയും എന്തെങ്കിലും കേട്ടാൽ അതിന്റെ പുറകിലുള്ള നമ്മുടെ ചിന്ത കൊണ്ട് നമ്മളുടെ ചിന്താഗതി അനുസരിച്ച് നമ്മുടെ എക്സ്പീരിയൻസ് അനുസരിച്ച് നാം അങ്ങ് പ്രവർത്തിക്കാൻ തുടങ്ങും. Even though we know who God is and he revealed himself to us, we tend to weep at the first side of trouble. എന്നാൽ നമ്മുടെ ദൈവം ആരാണെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ നാം പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെട്ടിട്ട് ആ വേണ്ടാത്തതിലും വേണ്ടതിലും ദുഃഖിച്ചിരിക്കുന്ന ഒരു കൂട്ടമായി മാറും. Likewise, we are a generation that keeps weeping for no reason. കർത്താവ് എല്ലാ കരച്ചിലിനെയും നിഷേധിച്ചിട്ടില്ല. God has not rejected every sort of weeping. യഥാർത്ഥത്തിൽ കരയുന്ന ഒരിക്കൽ ഒരു സ്ത്രീ കരഞ്ഞപ്പോൾ പറഞ്ഞു, നീ കരയേണ്ട ആവശ്യമില്ല, നിന്റെ കരച്ചിലിന് അവസാനം വരുത്തുവാൻ ഞാൻ വന്നിരിക്കുന്നതാണെന്ന് പറഞ്ഞ് ആ തന്റെ മകന്റെ ശവശരീരം ചുമന്നുകൊണ്ടുപോയി മഞ്ചത്തെ തൊട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. In the scriptures, when Jesus saw a lady that was weeping, he said, do not cry, and raised her son from death. മറിയയും മാർത്തയും കരയുന്നത് കണ്ടപ്പോൾ താനും കൂടെ കരഞ്ഞിട്ട് മാർത്തയുടെയും മറിയയുടെയും പ്രതീക്ഷയ്ക്ക് അങ്ങേപ്പുറത്തെ അഴുകിയ ലാസറിനെ പുറത്തു കൊണ്ടുവരികയും ചെയ്തു. When Martha and Mary was crying, Jesus wept with them and raised Lazarus from the death. അപ്പോൾ കരച്ചിൽ അതിൽ തന്നെ ദോഷമുള്ളതോ പ്രശ്നമുള്ളതോ അല്ല. സങ്കടം വരുമ്പോൾ വിഷമം വരുമ്പോൾ കാര്യമുണ്ടെങ്കിൽ കരയാമെന്ന് യേശു തമ്പുരാൻ തെളിയിക്കുകയും മറ്റുള്ളവരുടെ കരച്ചിലിന് ബുദ്ധിമുട്ടുള്ളപ്പോൾ അവനതിനെ ഇല്ലാതാക്കുകയും ചെയ്തിട്ടുണ്ട്. Jesus has shown us in the scriptures that it's okay to weep when it is necessary. എന്നാൽ ആവശ്യമില്ലാതെ കരയുന്നതിൽ കർത്താവ് അത്ര സന്തോഷം കാണിച്ചിട്ടില്ല. But the unnecessary weeping, God has not taken joy in. നോക്കിക്കേ, നിങ്ങള് യേശുക്രിസ്തുവിനെ ക്രൂശിക്കാൻ വേണ്ടി ഗോൽഗോഥയിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ഒരുപാട് സ്ത്രീകളും വലിയൊരു കൂട്ടം പുരുഷാരവും നിന്ന് മാറത്തടിച്ച് കൈ വളരെ ഉച്ചത്തിൽ കരഞ്ഞു എന്ന് എഴുതിയിട്ടുണ്ട് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ. In Luke, it read that when Jesus was led up on the cross to be crucified, people around him wept. നമ്മൾ ആരിനെ തിരിഞ്ഞു നോക്കിയിട്ട് ആരൊക്കെയാ കരയുന്നത് എന്റെ ഈ മരണത്തിലുള്ള സങ്കടം എന്ന് വിചാരിച്ചിട്ട് കരയാത്തവരെയൊക്കെ ഒന്ന് നന്നായി സൂക്ഷിച്ചു നോക്കിയേനെ.
We would have looked back and see if that was us, who was not weeping in the situations. If they നമ്മുടെ were being വിഷമത്തിലും crucified. നമ്മുടെ ഭാരത്തിലും നമ്മളോടുകൂടെ സഹാനുഭൂതി കാണിക്കാത്തവരെ ആരാണെന്നൊന്നും സൂക്ഷ്മമായി നോക്കിയിട്ട് വെച്ചേക്കും അവരെ കുറിച്ച് നാളെ കാണാൻ. We would look back and see who's not weeping as you're facing this trouble. അവരെ കുറിച്ച് നമ്മൾ ഒരു വിധിയും എഴുതി മുന്നോട്ട് പോവുകയാ സാധാരണ പതിവ് And ചെയ്യുന്നത്. you would write something, have a bad, in your mind have a bad reputation about that person. യേശുവിന് അറിയാം താൻ എന്തിനാണ് ക്രൂശ് എടുക്കുന്നത്, എന്തിനു വേണ്ടി വന്നു, അത് ചെയ്യുകയാണെന്ന് മനസ്സിലാക്കിയിട്ട് പറഞ്ഞു, സഹോദരന്മാരെ നിങ്ങൾ എന്നെ ഓർത്തൊന്നും കരയേണ്ട ആവശ്യം. But Jesus knew why he was taking up the cross upon himself and told the നിങ്ങൾ crowd to not weep. നിങ്ങൾ ആവശ്യമില്ലാത്തതിനാണ് കരയുന്നത്, പക്ഷെ ആവശ്യമുള്ളതിന് കരയാൻ പറഞ്ഞു. He says you're weeping for no reason right now. You should weep for things that should concern you. എന്റെ ജനനം തന്നെ ഈ പർപ്പസിന് വേണ്ടിയിട്ടാണ്, പിതാവിന്റെ ഇഷ്ടം ചെയ്തിട്ട് മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി അറുക്കപ്പെട്ട ഒരു കുഞ്ഞാടായി തീരുവാൻ ദൈവം എന്നെ ലോകസ്ഥാപനത്തിന് മുമ്പേ വേർതിരിച്ചിരിക്കുന്നത് കൊണ്ട് അതിനുവേണ്ടിയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. നിങ്ങൾ അതോർത്ത് സിമ്പതൈസ് ചെയ്യണ്ട, നിങ്ങൾ അതോർത്ത് കരയണ്ട എന്നാണ് ദൈവാത്മാവ് പറയുന്നത്. The Spirit says it is for this reason I am being crucified, to save the humanity, and you should not weep over that. പലപ്പോഴും ദൈവഹിത പ്രകാരമുള്ളതും ദൈവഹിതം നടക്കുമ്പോഴും ദൈവഹിതത്തെ കുറിച്ച് അറിയാതെ ദൈവത്തിന്റെ പർപ്പസിനെ ഗ്രഹിക്കാതെ നാം വലിയ വായിൽ കരയുന്നവരായി തീരും. Likewise, we become people that just weep without knowing what the calling on our life is. അപ്പോൾ കർത്താവ് പറയാണ് നിങ്ങൾ എന്നെ ഓർത്ത് കരയണ്ട. In that case, Christ is saying, "Did not weep over me." നിങ്ങൾ കരയേണ്ട കാര്യം എന്താണെന്ന് മനസ്സിലാക്കി കരയുക. You need to realize what are the things that you should weep over. ഇന്ന് പകൽക്കാലം ആ വാക്യ കോണ്ടെക്സ്റ്റിൽ നിന്നുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കരച്ചിൽ എന്തിനു വേണ്ടിയിട്ടാണ്? From that context, let me ask you, children of God, what are you weeping for? വെറും സിമ്പതിക്ക് വേണ്ടിയിട്ടാണോ അതോ റിയാലിറ്റി കരയേണ്ടതിന് വേണ്ടിയിട്ടാണോ കരയുന്നത്? Are you weeping just for sympathy, or are you weeping because there are things that you're weeping over? യോവേലിന്റെ കാലത്തും ഇസ്രായേൽ മക്കൾ വളരെയധികം പാപത്തിലും വിഗ്രഹാരാധനയിലും അതിക്രമത്തിലും സൊസൈറ്റിയിൽ വളരെ നികിഷ്ടമായി മറ്റുള്ളവരോട് ഇടപെടുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു, നിങ്ങളുടെ ഹൃദയങ്ങളെ കീറി മുകളിൽ തൊട്ട് താഴെ ഉള്ളവൻ വരെ വളരെ കരയുവാൻ പറഞ്ഞിട്ടുണ്ട്. At the time of Prophet Joel, when the Israelites were living in sin, God said that you should weep. You should repeatedly weep over this. അത് കേട്ടിട്ടായിരിക്കാം മലാഖിയുടെ പുസ്തകത്തിൽ 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുകയാണ്, അവര് ദേവാലയത്തിൽ ചെല്ലുമ്പോഴൊക്കെ അങ്ങ് കരച്ചിൽ തുടങ്ങി. And in Malachi chapter 2, it says that every time they go to the temple, they would weep. അത് കണ്ടപ്പോൾ ദൈവം പറഞ്ഞു, നിങ്ങളുടെ കരച്ചിലിന് യാതൊരു അർത്ഥവുമില്ല എന്ന് പറഞ്ഞു. And when God heard that, he said there is no meaning to this weeping. 2-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങളുടെ കരച്ചില് എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിരിക്കുന്നു എന്നാണ്. And in chapter 13, it says that you have troubling me with your weeping. നിങ്ങൾ കരയരുത്, നിങ്ങളുടെ കരച്ചിൽ കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല എന്ന് കർത്താവ് അരുളി ചെയ്യാണ്. And he says you weep and wail because he no longer looks with favor on your offerings. അത് കർത്താവ് ഇഷ്ടപ്പെടുന്നില്ല എന്നാ പറഞ്ഞിരിക്കുന്നത്. Because God doesn't take delight in it. കാരണം അവര് വെറും പ്രഹസനത്തിലുള്ള കരച്ചിലാണ്. Because it is weeping just outwardly. ആത്മീയമായി ദൈവസന്നിധാനത്തിൽ ആത്മീയരെന്ന് നടിക്കുവാൻ വേണ്ടി അവർക്ക് യാതൊരു വിധമായ ജീവിതവും ഇല്ലാതിരിക്കുമ്പോൾ വെറും പ്രഹസനത്തിലുള്ള കരച്ചിൽ ചെയ്യുമ്പോൾ ദൈവം പറയുന്നു, നിങ്ങൾ എന്റെ ആലയം, എന്റെ ആൾട്ടർ കരഞ്ഞ് നിങ്ങൾ അശുദ്ധമാക്കുന്നു എന്ന് പറഞ്ഞു. And the Lord says that your weeping is not of something real, and you're troubling me. അപ്പോൾ പലരും വിചാരിക്കുന്നത് ഈ കരയുക എന്നുള്ളത് ഏതാണ്ട് ഒരു ആത്മീയത്തിന്റെ സ്വഭാവത്തിന്റെ ഭാഗമാണ് എന്ന് തെറ്റിദ്ധരിക്കാറുണ്ട്. And oftentimes some of us think that the reason we weep is part of our spirituality. ശരിയായി കരയണമെന്നുള്ളത് ദൈവത്തിന്റെ ആവശ്യമാണ്. മക്കളെ ഓർത്ത് കരയുവാൻ പറഞ്ഞു. കാരണം അടുത്ത തലമുറയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? യെരുശലേം മുഴുവൻ, യഹൂദിയ മുഴുവൻ നശിക്കപ്പെടുവാൻ പോകുന്നു. ടൈറ്റസിന്റെ സേന വരുവാൻ പോകുന്നു. ദേവാലയം നശിക്കുവാൻ പോകുന്നു. അവിടെ വലിയ അനർത്ഥം വരുന്നു എന്ന് ദൂരദർശനം കണ്ടിട്ട് യേശു പറയാണ്, നിങ്ങൾ കരയേണ്ടത് ഞാൻ മരിക്കുന്നത് കൊണ്ടല്ല, പിന്നെയോ നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും നശിച്ചു പോകുന്നതിൽ, ശൂന്യമായി പോകുന്നതിൽ കരയണം. Jesus repeatedly says that do not weep over me, weep over your children and the situations that they go through. അപ്പോൾ കാര്യമായ കാര്യം എന്താണെന്ന് മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ കരയേണ്ടതിന് വേണ്ടി കരയേണ്ടതിന് പകരം സ്വർഗ്ഗത്തിൽ ചെന്നു ഇതാ ഒരു മനുഷ്യൻ കരയുന്നു. Instead of weeping over the things that you should weep about, here you can see John in heaven weeping. ദൈവമായ കർത്താവ് അവന് കൊടുത്ത വെളിപ്പാടും അവനോട് സംസാരിച്ചതും മനസ്സിലാക്കാതെ, അവൻ ആരാണെന്ന് ഗ്രഹിക്കാതെ, നമ്മുടെ കർത്താവിനെ കുറിച്ചുള്ള ബോധം, നമ്മുടെ കർത്താവിനെ കുറിച്ചുള്ള ശരിയായ അറിവ് ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് തന്നിട്ടും അത് ഗ്രഹിക്കാതെ നാം വെറുതെ കരയുകയാണ്. Even though God has revealed to us who he is and his nature, here we are still weeping. മൂപ്പൻ എന്ന് പറഞ്ഞു, നീ കരയേണ്ട ആവശ്യമില്ല. And the elder comes and said, do not weep. കാരണം
നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടി അറുക്കപ്പെട്ട കുഞ്ഞാട് ഇവിടെയുണ്ട്. Because the lamb that was slain for us is here. ഈ അറുക്കപ്പെട്ട കുഞ്ഞാട് ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്നതെന്ന് എഴുതി വച്ചിരിക്കുന്ന ഈ യോഹന്നാനാണ്. This is the same John that wrote that the lamb that was slain for the salvation of humanity. വേറെ ഒരു സുവിശേഷത്തിലും ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന കുഞ്ഞാടാണെന്ന് പറയുന്ന ഒരൊറ്റ വാക്യവും വേദപുസ്തകത്തിലില്ല. No other gospels has that been written. അപ്പോൾ താൻ എഴുതി വെക്കും, താൻ സ്വപ്നം കാണും, കാര്യങ്ങളൊക്കെ ഗ്രഹിക്കും, പക്ഷേ പ്രായോഗിക ജീവിതത്തിൽ വരുമ്പോൾ അതൊരു വെറും ശബ്ദമായി മാറുകയാണ്. He wrote that scripture, he sees the vision, but in practical life he's faced with ഈ കുഞ്ഞാട് ആരാണ്, എന്തിനാണ് അറുക്കപ്പെട്ടത്, ആ കുഞ്ഞാടിന് എന്ത് കഴിയും എന്നുള്ളത് നമുക്കറിയാൻ വയ്യാത്തതിനാല് നാം പലപ്പോഴും വിഷമിക്കുകയാണ്, കരയുകയാണ്. നമ്മുടെ കരച്ചില് നമ്മൾ കരയേണ്ടതിൽ നിന്ന് മാറി കരയേണ്ട ആവശ്യമില്ലാത്ത സംഗതികൾക്ക് വേണ്ടി നാം കരയുകയാണ്. And here, without realizing the nature of Christ, we are weeping over things that we shouldn't weep over. അപ്പോൾ ഒരു മൂപ്പൻ കടന്നു എന്ന് പറഞ്ഞു, നീ കരയണ്ട, ഈ കുഞ്ഞാട് ഇതിന് യോഗ്യനാണ്. And here you can see the elder come and say to John that did not weep, the lamb that was slain is mighty. അപ്പോൾ താഴോട്ട് നമ്മൾ നോക്കുന്നത് സിംഹാസനത്തിന്റെ ഈ 4 ജീവികളുടെയും നടുവിൽ മൂപ്പന്മാരുടെ മധ്യേ കുഞ്ഞാട് അറുക്കപ്പെട്ട നിലയിൽ നിൽക്കുന്നത് കണ്ടു. അവനെ ആരാണെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ താഴോട്ടുള്ള 8-ാം വാക്യം പറഞ്ഞിരിക്കുന്നത്, 4 ജീവികളും 24 മൂപ്പന്മാരും ഓരോരുത്തരും വീണയും വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന സുഗന്ധവർഗം നിറഞ്ഞ പൊൻകലശം പിടിച്ചുകൊണ്ട് കുഞ്ഞാടിന്റെ മുൻപാകെ അങ്ങ് ആരാധിക്കുവാൻ തുടങ്ങി. And in verses 8 you can see how they're worshiping in front of the lamb that was slain. അപ്പോൾ കരച്ചിൽ നിർത്തി ആരാധിക്കുന്ന സീനാണ് താൻ കാണുന്നത്. And what you see there is a man that stopped weeping and started worshiping. നമ്മുടെ ജീവിതത്തിൽ ദൈവം ആരാണെന്ന് കണ്ടു കഴിയുമ്പോൾ, നമ്മുടെ കുഞ്ഞാട് ആരാണെന്ന് കണ്ടു കഴിയുമ്പോൾ, അവൻ നമുക്ക് വേണ്ടി എന്ത് എന്ന് കഴിയുമ്പോൾ, നമ്മുടെ കരച്ചിൽ നിർത്തിയിട്ട് അവൻ ചെയ്തിരിക്കുന്ന വലിയ കാര്യത്തെ ഓർത്ത് സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനുമാണ് ഈ പാഠം നമുക്ക് നൽകുന്നത്. Likewise, once we see the true nature of God in our life, we'll stop weeping and start worshiping. പലപ്പോഴും നാം കരയുന്നത് നമ്മുടെ ചിന്താഗതിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ കാര്യങ്ങൾ നടന്നില്ല എങ്കിൽ നാം വളരെയധികം ദുഃഖിച്ച് കരയുന്നവരായി സമയം വ്യർത്ഥമാക്കി കളയാണ്. We waste a lot of time weeping over things that doesn't happen according to our desire. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കരയേണ്ടത് എന്താണെന്ന് മനസ്സിലാക്കാതെ വേണ്ടാത്തതിനും ലോകത്തിന്റെ കാര്യത്തിനും ലോകത്തിലുള്ള സംഗതി മറ്റുള്ളവരെ പോലെ നാം കരഞ്ഞ് നമ്മുടെ സമയം വ്യർത്ഥമാക്കും. Oftentimes we ourselves waste a lot of time weeping over things that we shouldn't weep over. കർത്താവായ യേശുക്രിസ്തു ഒരിക്കൽ തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നമുക്ക് അക്കരയ്ക്ക് പോകാം എന്ന് പറഞ്ഞ് താനെ അങ്ങനെ പോകുന്ന സമയത്ത് ആ പടകിൽ ഇരുന്ന് ഉറങ്ങിപ്പോയി എന്ന് എഴുതിയിട്ടുണ്ട്. In the scripture you can see that when Jesus was on the water going to the other side of the shore, he fell asleep on the boat. തന്റെ പടകിൽ 13 പേർക്ക് കുറഞ്ഞത് ഇരിക്കാൻ പറ്റും. And on the boat that he was sleeping in, there's at least 13 people that are there. അപ്പോൾ അതൊരു വലിയ പടകായിരിക്കും. So it must be a big boat. അതിന്റെ കൂടെ മർക്കോസ് പറഞ്ഞിട്ടുണ്ട് 4:36 ഇതിന്റെ കൂടെ ചെറിയ പടകുകളും യാത്രയിലുണ്ടായിരുന്നു. And Mark also said that along with this boat there are many other small boats that traveled along with it. മർക്കോസ് 4:36 മാത്രമേ അത് പറഞ്ഞിട്ടുള്ളൂ. ഈ പടകിന്റെ കൂടെ, വലിയ പടകിന്റെ കൂടെ, യേശുവുള്ള പടകിന്റെ കൂടെ കൊച്ചു പടകുകൾ മറ്റുള്ള ജനങ്ങൾ പൊയ്ക്കൊണ്ടിരുന്നു. And in Mark chapter 4 it says that on the same boat that Jesus traveled, and there were many small boats that went along. മുക്കുവന്മാരായവരാണ് മിക്കപേരും. യേശു തമ്പുരാൻ ആ പടകിലുണ്ട്. ഈ പടക് വളരെ വലുതുമാണ്. കാറ്റടിച്ചപ്പോൾ നിലവിളിക്കുന്നത് അവര് മാത്രമാണ്. And the boat's a big boat. Jesus is in the boat, and all the people that are in it are experienced fishermen. But when they face the storm, they're crying out. നമ്മളെ നോക്കിക്കേ, യേശു നമ്മുടെ കൂടെയുണ്ട്, നമ്മുടെ പടക് വലുതുമാണ്, നല്ല എക്സ്പീരിയൻസും ഉണ്ട്, പക്ഷേ അവര് മാത്രമാണ് നിലവിളിക്കുന്നത്, ഞങ്ങൾ നശിച്ചു പോകുന്നു എന്ന്. You can see that Jesus is on the boat, and they're experienced salesmen, and now they're crying out when they face a storm. എപ്പോഴും കൊച്ചു പടകുകളാണ് പെട്ടെന്ന് വെള്ളം കയറി പോകുന്നത്. Usually it's the small boat that faces trouble in a storm. അതാണ് കാറ്റത്ത് മുന്നോട്ട് കടലിൽ ഇളകുമ്പോൾ മുന്നോട്ട് പോകുവാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. Because it faces trouble going forward with the sail. എത്രമാത്രം പടക് വലുതാണോ അത്രമാത്രം സുരക്ഷിത അവർക്കുണ്ട്. The bigger the boat is, usually the more safer it is. പക്ഷേ ഏറ്റവും സുരക്ഷിതമായി കർത്താവുള്ള വലിയ ബോട്ടിൽ ഇരിക്കുന്ന ഈ പ്രിയപ്പെട്ടവരാണ് നിലവിളിക്കുന്നത്. And you can see that they're on a bigger boat with Jesus in it, and they're still crying out. പലപ്പോഴും ലോകക്കാരേക്കാൾ കൂടുതൽ ഭാരപ്പെടുന്നതും വിഷമിക്കുന്നതും അവനവന്റെ ഉദ്ദേശം നടക്കാതിരിക്കുമ്പോൾ നിലവിളി കൂട്ടുന്നതും ദൈവജനങ്ങളാണെന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. Oftentimes it is us, the children of God, that are crying over things that we shouldn't cry over, unlike the world. ചെറിയൊരു കാര്യം വന്നാലും ആന വലുപ്പത്തിൽ പറഞ്ഞ് അതിശോക്തിയും പറഞ്ഞ് അതിനെ ഉയസിപ്പിച്ച് ജനങ്ങളെ ഭാരപ്പെടുത്തുകയും വിഷമിപ്പിക്കുകയും കരയിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടം പ്രസംഗകരെയും നമുക്ക് കാണാം. And there are some preachers that takes a small amount of trouble
and make it into such a big thing and ask the people to weep over it. ഇതിന്റെ ഒക്കെ കാര്യം നിന്റെ കൂടെ ഇരിക്കുന്ന കർത്താവ് ആരാണെന്ന്, നിന്നോടുകൂടെ യാത്ര ചെയ്യുന്ന കർത്താവ് ആരാണെന്ന്, ആര് പറഞ്ഞിട്ടാണ് നീ യാത്ര ചെയ്യുന്നതെന്നും അവൻ എത്രമാത്രം ശക്തനാണെന്നും നീ മറന്നുപോയത് കൊണ്ടുള്ള കുഴപ്പമാണ് നിന്റെ ജീവിതത്തിൽ ഈ കരച്ചിലുകളുടെ പിന്നിലുള്ള തത്വം. The reason behind this weeping is that you don't know who is with you on the boat and you don't know the true nature of God. വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ദൈവത്തിന്റെ പർപ്പസ് നിന്നിൽ നിന്ന് തികച്ചെടുക്കാതെ ഒരിക്കലും ഒരു ശക്തിക്ക് നിന്നെ തൊടുവാൻ കഴിയുകയില്ലെന്നാണ്. Scripture says that until your purpose is fulfilled, nothing will happen to you. അത് സിംഹമായിരിക്കുന്ന കർത്താവ് കുഞ്ഞാടിന്റെ വേഷത്തിൽ വന്നാലും അവൻ ഒരിക്കലും കുഞ്ഞാടായ ഒരു കൊച്ചു ആടിനെ പോലെയല്ല, മഹത്വത്തിന്റെ വലുപ്പമുള്ള ആർക്കും അടുത്തുകൂടാൻ കഴിയാത്ത രാജാതി രാജാവും കർത്താതി കർത്താവുമായ സർവശക്തിയുള്ള ദൈവമാണ് എന്നോടുകൂടെ യാത്ര ചെയ്യുന്നത്, എന്റെ കാര്യം നിയന്ത്രിക്കുന്നതെന്ന് വാക്കുകൊണ്ട് പറഞ്ഞാലും പ്രവൃത്തിയിൽ അത് കാണിപ്പാൻ മിക്കപ്പോഴും നാം പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. That lamb that was slain is the Lion of Judah who is on the boat with you. ഇന്ന് രാവിലെ പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മുടെ ദർശനം, നമ്മൾ കണ്ട ദർശനം ആരെയാണെന്നും അവൻ നമ്മളോട് എന്തു പറഞ്ഞുവെന്നും അവൻ എന്ത് സാധിക്കുമെന്നും വിചാരിച്ചാൽ ആരെല്ലാം എന്തെല്ലാം പറഞ്ഞാലും നമുക്ക് നേരെ നിൽക്കുവാൻ കർത്താവിന്റെ ഇഷ്ടപ്രകാരം മുന്നോട്ട് പോകുവാൻ സാധിച്ചിരിക്കണം. Children of God, when we see a vision, we need to stand strong in it, and instead of weeping. ഇത് ഏറ്റവും സ്നേഹിച്ചവനും സ്വർഗത്തിൽ ചെന്ന ദർശനം കാണുന്ന യോഹന്നാനാണെന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. And let's not forget, this is John who wrote many gospels and currently in heaven seen a vision. അവന് അബദ്ധം പറ്റിയത് നമ്മുടെ കർത്താവ് ആരാണെന്ന് മനസ്സിലാക്കുവാൻ കൂടെ നടന്നിട്ടും ദർശനം കണ്ടിട്ടും ദൈവം സംസാരിച്ചിട്ടും സ്വർഗത്തിൽ പോയിട്ടും സാധിച്ചില്ല എന്നുള്ളതാണ്. And the mistake that he made was he did not realize who was with him, the same God Jesus that he walked with, his God, and he is unable to see that. അപ്പോൾ മൂപ്പന്മാരിൽ ഒരുത്തനാണ് എന്ന് പറയുന്ന, അല്ല ദൂതന്മാരല്ല, 4 ചിറകുള്ള കെരൂബുകളും അല്ല എന്ന് പറയുന്നത്. മൂപ്പന്മാരെന്ന് പറയുന്നത് 24 മൂപ്പന്മാര് പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെയും വിശുദ്ധന്മാരുടെ റെപ്രസെന്റേറ്റീവ് ആയിരിക്കാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് അവരിൽ ഒരാളാണ് പറയുന്നത്, നീ കരയേണ്ട ആവശ്യമില്ല. And you can see it is not the angel that speaks to him, it is one of the elders that speaks to him and said, do not weep. ആ മൂപ്പന്മാരിൽ ഒരുവൻ ജീവനോടുകൂടെ ഇരിക്കുന്നവൻ ഈ യോഹന്നാൻ മാത്രമാണ്. And John is the only one that is living at this time. അപ്പോൾ യോഹന്നാൻ ആ കാര്യം അറിഞ്ഞുകൂടാ. And John has not understood that. അപ്പൊ നാം ആരാണെന്ന് പറഞ്ഞാലും ദൈവം നമ്മളെക്കുറിച്ച് മനസ്സിലാക്കേണ്ട കാര്യം, മറ്റുള്ള നമ്മുടെ പ്രിയപ്പെട്ടവർ മനസ്സിലാക്കിയിരിക്കുന്ന കാര്യം മനസ്സിലാക്കാത്തടത്തോളം കാലം നിന്റെ കരച്ചിലിന് അവസാനം വരികയില്ല. Likewise, if we don't see the true nature of God, we won't see a solution to our weeping. മൂപ്പന്മാരിൽ ഒരുത്തനല്ലാതെ ഒരു കെരൂബായിരുന്നെങ്കിൽ ഞാൻ വിശ്വസിച്ചേനെയും മൂപ്പന്മാർക്ക് പോലും ഇത് അറിയത്തില്ല. പക്ഷെ നിന്നെ പോലെ ജീവിച്ച് കർത്താവിനെ ഗ്രഹിച്ച് കർത്താവിന് വേണ്ടി ജീവൻ കൊടുത്ത് നിനക്ക് മുൻപേ പോയിരിക്കുന്ന മൂപ്പന്മാരിൽ ഒരുവനാണ് പറയുന്നത്, നീ കരയേണ്ട ആവശ്യമില്ല, നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി അർക്കപ്പെട്ടിരിക്കുകയാണ്. It is one of the elders that went before you into heaven. He is the one that's saying, "Do not weep. Our God is able." ഇന്ന് പകൽക്കാലം നമ്മുടെ കർത്താവ് എന്തു ചെയ്തു നമുക്ക് നോക്കുമ്പോൾ, നമ്മൾ മരിക്കേണ്ട സ്ഥാനത്ത്, നമ്മൾ നിത്യശിക്ഷാവധി അനുഭവിക്കേണ്ട സ്ഥാനത്ത്, രണ്ടാം മരണം അനുഭവിക്കേണ്ട സ്ഥാനത്ത് നമ്മൾക്ക് പകരം മരിച്ച് നമ്മെ സ്നേഹിച്ച കർത്താവ് നമ്മുടെ ചെറിയ കാര്യത്തിൽ മാത്രമല്ല വലിയ കാര്യത്തിലും എന്തു ഭേദം ചെയ്യുവാൻ അവൻ കഴിവുള്ളവനാണ്, സന്നദ്ധനാണ്, നമ്മുടെ കൂടെയുണ്ട്. Today we need to realize that our God is able and he's above all things. രണ്ടാമത് വേദപുസ്തകത്തിൽ ആവശ്യമില്ലാതെ കരയുന്ന മഗ്ദലക്കാരത്തി മറിയയാണ്. The second example of person that's weeping for no reason is Mary Magdalene. മഗ്ദലക്കാരത്തി മറിയയുടെ സ്നേഹം കണ്ടാൽ നമുക്ക് അത്ഭുതപ്പെടും. ഒരു യൗവനയുക്തനായ മനുഷ്യൻ മരിച്ചിട്ട് അവന്റെ ശരീരം പോലും എടുത്തുകൊണ്ട് പോകുവാൻ കഴിവുണ്ട് എന്ന് സ്വയമായി ആഗ്രഹിക്കുകയും അഭിമാനിക്കുകയും അതിനുവേണ്ടി ചോദിക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ്. Mary is showing a lot of outwardly love towards others. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മരിക്കുന്നതിന് മുൻപേ ഒരു വ്യക്തിയെ എടുക്കുവാൻ എളുപ്പമാണ്, മരിച്ചൊരു ശവം എടുക്കണമെങ്കിൽ അത് വലിയ ഘനമാണ്, വലിയ ബുദ്ധിമുട്ടുള്ള സംഗതിയാണ്. It's easy to pick someone up before they die, but after they die, it's actually a troublesome thing to actually receive a person. പക്ഷേ ഈ സ്ത്രീക്ക് കർത്താവിനോട് അതുപോലെ സ്നേഹവും ഭക്തിയും ഒക്കെ ഉണ്ട്. But she loves God and fears him. അപ്പോൾ ഭക്തിയും സ്നേഹവും ഒരുക്കവും ഒക്കെ ഉള്ളത് കൊണ്ട് നാം ശരിയായി ഗ്രഹിക്കേണ്ടത് ഗ്രഹിച്ചില്ല എങ്കിൽ വെറുതെ നമ്മുടെ സമയം കരഞ്ഞു നിലവിളിച്ചു കളയും. Even though you love God and you know him, if you don't understand in the way that you should understand, and you tend to waste your time weeping. ഈ സഹോദരിയെ കുറിച്ച് നമുക്ക് ഒരു കുറ്റവും പറയാൻ പറ്റത്തില്ല. കാരണം എന്താണെന്നറിയാമോ? ശിഷ്യന്മാരെല്ലാം കല്ലറ കണ്ടിട്ട് തിരിച്ചുപോയി അവരുടെ ഭവനത്തിൽ ഇരിക്കുമ്പോൾ ഈ സഹോദരി പിന്നെയും കല്ലറയ്ക്കൽ വന്നിട്ട് അവിടെ ശവശരീരം അന്വേഷിക്കുകയാണ്. And after all the disciples had left, you can see Mary went back to the tomb and weeping.
അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ദൈവത്തിന്റെ പ്രവൃത്തി ഓൾറെഡി കഴിഞ്ഞുവെന്ന് വെളിപ്പാടുണ്ടായിട്ടും അത് മനസ്സിലാക്കിയിട്ടും ചിലത് അനുഭവിച്ചിട്ടും നമ്മൾക്ക് ഉള്ളിലുള്ള ചിന്താഗതി ഇന്നലകളിൽ നാം കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുകയാണ്. Even though we have seen the true revelation of God, we tend to weep over the things that happened yesterday. ക്രൂശിന്റെ അടുക്കൽ യോഹന്നാനും തന്റെ അമ്മയായ മറിയയും ദൂരെ മാറി മഗ്ദലക്കാരത്തി മറിയയും മറ്റു മറിയയും ശലോമിയും നിന്നിരുന്നു എന്ന് വേദപുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്. You can read in the scriptures there with Mary Magdalene, John and his mother Mary, and few others were there near the cross. അപ്പോൾ അവര് മാത്രമാണ് യഥാർത്ഥത്തിൽ കർത്താവിന്റെ മരണവും അടക്കവും ഒക്കെ കണ്ടത്. And those are the people that actually saw Christ being crucified and raised യേശു again. ഉയർത്തെഴുന്നേൽക്കുമെന്ന് ഇവരോടൊക്കെ വ്യക്തമായി പറഞ്ഞിട്ടും അത് ശത്രുക്കളായ മഹാപുരോഹിതന്മാർക്കും ശാസ്ത്രിമാർക്കും പരീശന്മാർക്കും ഗ്രഹിക്കാൻ കഴിഞ്ഞിട്ടും ഈ വിശ്വാസികളും സ്നേഹമുള്ളവരും യേശുവിന്റെ കല്ലറയ്ക്കൽ വിസിറ്റ് ചെയ്യുന്നവർക്കും ഇതുവരെ ബോധം ഉണ്ടായിട്ടില്ല. Even though Jesus spoke to them with great authority, saying that I will rise from the dead, it has now really struck to them. യേശു പറഞ്ഞത് മാത്രമല്ല, ഇപ്പോൾ ഉയർത്തെഴുന്നേറ്റെന്ന് ദൂതന്മാർ പറയുന്നത് അവർ കേട്ടു. അതുകൂടാതെ രണ്ടുപേര് വന്നിട്ട് പറയുകയാണ്, കല്ലറയിൽ ഞങ്ങൾ ചെന്നു, ശവശരീരം കാണുന്നില്ല, ഉയർത്തെഴുന്നേറ്റിന്റെ ലക്ഷണമായ തുണി അവിടെ കിടപ്പുണ്ട്. ഇതൊക്കെ പറഞ്ഞിട്ടും ഇന്നലകളുടെ അനുഭവമാണ് ഇന്നും നമ്മെ നടത്തുന്നത്. Likewise, the angels told her that Jesus is not here, he's risen up. And there are people that said, I don't see his body, but we tend to weep over things that happened yesterday. യേശുവിന്റെ മരണം ഒരു പരാജയമായി പോയി എന്ന് വിശ്വസിച്ച ഈ സഹോദരിമാരും ഈ സഹോദരന്മാരും ഒരുപോലെ ഈ കേട്ട വാർത്തയ്ക്ക് വലിയ ഗണ്യമായ അർത്ഥം കൽപ്പിക്കുന്നില്ല. They did not heed to the news that Jesus was risen because they saw the death as a failure. റിയാലിറ്റി അത് യാഥാർത്ഥ്യമാണെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ ഇന്നലകളുടെ ജീവിതത്തിന് വേണ്ടി നിന്ന് സമയം കരഞ്ഞ് നഷ്ടപ്പെടുത്തുകയാണ്. They were unable to see resurrection as a reality and weeping over things that happened yesterday. കല്ലറയ്ക്കൽ ചെന്നപ്പോൾ രണ്ട് ദൂതന്മാർ അവിടെ നിൽപ്പുണ്ട്. അവർ ആ സ്ത്രീയോട് ചോദിച്ചു, നീ കരയുന്നത് എന്ത് എന്ന് ചോദിച്ചിട്ട് അപ്പോൾ അവള് അവിടെ ഉള്ളിലുള്ളതാണ് പറയുന്നത്. And when the angels asked her, why are you weeping, when she was sitting near the tomb, and you can see that she's actually opening up her heart and telling them. അതൊന്നും പറഞ്ഞിട്ടും അവിടെ കരച്ചിൽ നിൽക്കാതെ യേശു പ്രത്യക്ഷപ്പെട്ടപ്പോൾ 15-ാമത്തെ വാക്യത്തിൽ വീണ്ടും പറയുന്നത്, യേശു അവളോട് നീ കരയുന്നത് എന്ത് എന്നാണ് വീണ്ടും ചോദിക്കുകയാണ്. And Jesus himself appeared and said, Mary, why are you weeping? അപ്പോൾ കർത്താവ് പറയുന്നത് കരയേണ്ട ആവശ്യമൊക്കെ കഴിഞ്ഞുപോയി. And what that's showing is that the things that you should weep about, it's past. കർത്താവ് ഇവിടെ ഇല്ല, നിങ്ങൾ അന്വേഷിക്കുന്നവൻ ഇവിടെ ഇല്ല എന്ന് ദൂതന്മാർ ഇവരോട് പറഞ്ഞു എന്ന് മറ്റ് സുവിശേഷത്തിൽ നാം വായിക്കുന്നുണ്ട്. And you can see in the other gospels that it says that the person you're searching for is no longer here. കർത്താവ് നേരത്തെ പറഞ്ഞാലും ദൂതന്മാർ ഇപ്പം പറഞ്ഞാലും കണ്ട ഓടി വന്ന ശിഷ്യന്മാർ പറഞ്ഞാലും സ്നേഹമുണ്ടെങ്കിലും താല്പര്യമുണ്ടെങ്കിലും എന്തെല്ലാം ആഗ്രഹമുണ്ടെങ്കിലും നമ്മൾ വിശ്വസിക്കേണ്ടത് വിശ്വസിക്കാതെ റിയാലിറ്റി ഡൊല്ലി ചെയ്തില്ലെങ്കിൽ ഇന്നലകളിൽ വസിച്ചാൽ നമ്മുടെ ജീവിതം നിരാശയും ദുഃഖവും വിഷമവും ഉള്ളതായി തന്നെ പിന്തുടരും. Even if Jesus himself told her that, or the angels told us that, if you don't believe the things that we should believe, we're just going to weep over the things that happened yesterday. പലപ്പോഴും നാം കരയുന്നത് യഥാർത്ഥ റിയാലിറ്റിയെ കുറിച്ച് ഗ്രഹിക്കാഞ്ഞിട്ടല്ലേ. Oftentimes we weep over things because we don't see the true reality of ഇത് it. മറിയയ്ക്ക് മാത്രമല്ല, പിതാക്കന്മാരുടെ കൂട്ടത്തിൽ അഗ്രഗണ്യന്മാരായ യാക്കോബും പറയുന്നത് അത് തന്നെയാണ്. അയ്യോ, എന്റെ ശിമിയോൻ നഷ്ടപ്പെട്ടു, എന്റെ ബെഞ്ചമിൻ നഷ്ടപ്പെട്ടു, എന്റെ യോസഫ് ഇപ്പോ ഇല്ല, ഞാനും എന്റെ ഇങ്ങനെ നിലവിളിച്ച് ഭാരപ്പെട്ട് വിഷമിച്ച് ഞാൻ എന്റെ മരണം വരെ പൊയ്ക്കോളും എന്നാണ് താനും വിളിച്ചു പറയുന്നത്. Likewise, there are many people that wept in the Old Testament as well. എന്നാൽ ചില ദിവസങ്ങൾക്ക് മുൻപ് ജോസഫ് കണ്ട സ്വപ്നം വ്യാഖ്യാനിച്ച അതേ അപ്പൻ തന്നെയാണ് ഇപ്പോൾ തന്റെ ജീവിതത്തിന്റെ പ്രതിസന്ധിയെ കണ്ടപ്പോൾ വ്യത്യസ്തമായി ഇന്റർപ്രറ്റ് ചെയ്യുന്നത്. And you can see that Jacob tends to be happy after he realizes the true meaning of the vision. അപ്പോൾ നീ വലിയ കാര്യങ്ങൾ ചിന്തിക്കുവാൻ തക്കവണ്ണം ദർശനവും കാര്യങ്ങളും അപ്പനും അമ്മയും മക്കളും എല്ലാം കൂടെ യോസഫിന്റെ മുൻപിൽ വീഴുമെന്നുള്ള ദർശനം വ്യാഖ്യാനിക്കാൻ കഴിവുള്ളവനായിരിക്കാം. കാര്യങ്ങളെ ഫേസ് ചെയ്യുമ്പോൾ ദൈവത്തിന്റെ പർപ്പസിന് വേണ്ടി ദൈവം ചിലത് ചെയ്യുമ്പോൾ അതിനെ ഗ്രഹിക്കാൻ കഴിയാതെ മോങ്ങിക്കൊണ്ടിരിക്കുന്ന കരഞ്ഞുകൊണ്ടിരിക്കുന്ന പിതാക്കന്മാരെയാണ് നാം കാണുന്നത്. Sometimes we see fathers who don't understand the true nature of God and unable to see the vision that God has placed on them, and they tend to weep over things that they should. ദൈവത്തിന്റെ പദ്ധതിയും ദൈവം നിനക്ക് വേണ്ടി ചെയ്തെടുത്തിരിക്കുന്ന യാഥാർത്ഥ്യത്തെ ഗ്രഹിക്കാതിരുന്നാൽ നിന്റെ ജീവിതത്തിൽ സന്തോഷിക്കാൻ കഴിയാതെ മോങ്ങിക്കൊണ്ട് കരഞ്ഞുകൊണ്ട് ദുഃഖിച്ചുകൊണ്ട് നിന്റെ ജീവിതം കഴിച്ചു കൂട്ടും. If you don't understand the calling on your life from God, you're going to waste your time weeping over things that you shouldn't. അത് പുതിയ നിയമത്തിൽ മാത്രമല്ല, പഴയ നിയമത്തിലെ പലർക്കും അബദ്ധം പറ്റിയിട്ടുണ്ട്. It is not just from the New Testament, but there's many examples in the Old Testament as well. നമ്മൾക്കറിയാമല്ലോ, നമ്മുടെ അബ്രഹാമിന്റെ
മകനുണ്ടാകാൻ വേണ്ടി തെരഞ്ഞെടുത്ത ഹാഗാറിന്റെ സബ്ജക്റ്റ്. And you know that Hagar and Abraham in that story. എന്റെ മുന്നിൽ വലിയ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വേഗം പോകട്ടെ. ഹാഗാർ ഗർഭിണിയായപ്പോൾ അവളുടേതായ സ്വാർത്ഥത ഉപയോഗിച്ചപ്പോൾ സാറ അവളെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകത്തക്ക രീതിയിൽ ഉപദ്രവിച്ചു എന്ന് ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു. When Hagar was pregnant, you can see that Sarah kicked her, or sort of kicked her out of the house because she was gaining more authority in the house. അവളെ ഈജിപ്തിലേക്ക് മടങ്ങിപ്പോകുവാൻ ശ്രമിക്കുന്ന വഴിയിൽ ദൈവമായ കർത്താവ് തന്റെ ദൂതനെ അയച്ചിട്ട് പറഞ്ഞു, നീ വിഷമിക്കേണ്ട ആവശ്യമില്ല, നീ ഉദരത്തിൽ ചുമക്കുന്ന കുഞ്ഞിന്റെ പേര് ഇസ്മായേൽ എന്നായിരിക്കും, അവനെ ഞാൻ വളരെയധികം അനുഗ്രഹിക്കും, അവന് ലോകപ്രകാരമുള്ള എല്ലാ അനുഗ്രഹവും കൊടുത്തിട്ട് പറഞ്ഞു, അവനും വലിയ മക്കളുള്ളവനായി സമ്പത്തുള്ളവനായി സന്താന പുഷ്ടിയുള്ളവനായി പെരുകുമെന്ന് ദൈവദൂതൻ നേരിട്ടുമെന്ന് പറഞ്ഞതാണ്. And as she was fleeing to Egypt, the angel of God appeared to her and said, "Do not fear. The son you're carrying will be called Ishmael, and he'll be blessed among many nations." 21-ാം അധ്യായത്തിൽ സാറയും ഇവളും ഇവിടെ കുഞ്ഞുങ്ങളുമായിട്ടുള്ള വഴക്ക് കണ്ടപ്പോൾ ദൈവം പറഞ്ഞു, അവളെ ഇറക്കി വിട്ടേക്കാൻ പറഞ്ഞപ്പോൾ അബ്രഹാം ഒരു തുരുത്തി വെള്ളവും കുറച്ച് അപ്പവും കൊടുത്ത് അവളെയും ഇസ്മായേലിനെയും പറഞ്ഞു വിടുന്നത് 21-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. And you can see that in chapter 21, after hearing God's voice, Abraham gave her some water and bread and let them out on their journey. അവൾ പോകുന്ന വഴിയിൽ വെള്ളം തീർന്നു പോയപ്പോൾ കുഞ്ഞിനെ കൊണ്ട് ദൂരെ കിടത്തിയിട്ട് അവളും കുഞ്ഞും ഒരുപോലെ നിലവിളിക്കാൻ തുടങ്ങി എന്നാണ് അവിടെ കാണുന്നത്. You can see that when they were running out of water, her and Ishmael started weeping. കുഞ്ഞിനെ ഒരു കൊച്ചു കാട്ടിൽ കൊണ്ടുപോയി വെച്ച ശേഷം അവൾ കരഞ്ഞു എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, ദൈവദൂതൻ എന്ന് പറയുകയാണ്, നിന്റെ കരച്ചിൽ ഞാൻ കേട്ടു എന്നല്ല, കുഞ്ഞിന്റെ കരച്ചിൽ ഞാൻ കേട്ടു എന്നാ പറഞ്ഞു. After she had placed the child away out of harm's way, she went out and started weeping, and the scripture says that God heard her prayer along with Ishmael. അവൾ പറയുന്ന സങ്കടം എന്താണെന്നറിയോ, എന്റെ കുട്ടിയുടെ മരണം എനിക്ക് കാണാൻ പറ്റത്തില്ലെന്നുള്ള ആ സങ്കടം. And her weeping is that I don't want to see the death of my son. എന്റെ വെള്ളം തീർന്നു പോയി എന്നല്ല പ്രശ്നം. She's not weeping about the lack of water. ദൈവദൂതൻ നേരിട്ട് വന്ന് സംസാരിച്ച് അവളെ ധൈര്യപ്പെടുത്തി, അവനും മരിക്കത്തിൽ, അവന് വലിയൊരു സന്താനം ഉണ്ടാകുമെന്നും അവര് ലോകത്തെ മുഴുവൻ പരുക്കുമെന്നും അവര് അബ്രഹാമിന്റെ മറ്റു സന്താനങ്ങളെ പോലെ തന്നെ ഈ ലോകത്തുള്ള സകല അനുഗ്രഹങ്ങളും അവർക്കും ഉണ്ടാകുമെന്ന് അരുളി ചെയ്തത് കേട്ട പ്രോമിസിനെ കുറിച്ച് അവൾക്കൊരു പരിഗണനയും. Even though the angel of God had appeared to Hagar and said that Ishmael is a blessed one, you can see she's still weeping over because she has failed to understand that. അതൊരു ശബ്ദം കേട്ടതല്ല, ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ടു വന്ന് അവളോട്, നീ ഭവനത്തിലേക്ക് മടങ്ങിപ്പോക, നിന്നെ ഞാൻ കരുതുന്നു, നിന്നെ മാത്രമല്ല നിന്റെ കുഞ്ഞിനെയും കരുതുന്നു, നിന്റെ കുഞ്ഞ് അനുഗ്രഹിക്കപ്പെടുമെന്ന് ശക്തമായി അരുളി ചെയ്തിട്ടും ഉള്ളിന്റെ ഉള്ളിൽ ദൈവിക വാഗ്ദാനങ്ങൾക്ക് യാതൊരു സ്ഥാനവുമില്ല. It wasn't just a voice that she heard, it was the angel of God actually appearing to her and making these promises to her. നമ്മൾ പലപ്പോഴും ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾക്ക് കൊടുക്കേണ്ടതായ പ്രാധാന്യം കൊടുക്കാതിരിക്കുമ്പോൾ അപ്പോസ്തലനായ പത്രോസ് 2-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ ജീവിതത്തിൽ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് നമുക്കും വിലയേറിയതും അതിമഹത്വമായ വാഗ്ദാനങ്ങളെ നൽകിയിരിക്കുന്നു. അതായിരിക്കണം നമ്മുടെ അടിസ്ഥാനം, അതായിരിക്കണം നമ്മുടെ ഉറപ്പ്, അതായിരിക്കണം നമ്മുടെ പ്രത്യാശ, അതിലായിരിക്കണം നമ്മുടെ വിശ്വാസം. And you can see that Peter saying that you must have faith and hope in that covenant that God has given you. നാം അതിനു പകരം ദൈവത്തിന്റെ വാഗ്ദാനങ്ങളെ എടുത്തു പറയാതെ അതിൽ വിശ്വസിക്കാതെ കിടന്ന് നിലവിളിക്കുകയാണ്, എന്റെ കൊച്ചു മരിക്കാൻ പോകുന്നു, നിന്റെ കൊച്ചൊരിക്കലും മരിക്കയില്ല, മരുഭൂമിയിലായാലും അബ്രഹാമിന്റെ കൂടാരത്തിലായാലും നിന്നെ സംരക്ഷിക്കുവാൻ നിന്നോട് വാക്ക് പറഞ്ഞവൻ, നിന്നെ വലുതാക്കുമെന്ന് പറഞ്ഞവൻ, നിന്നോട് കൂടെ ഇരിക്കുമെന്ന് പറഞ്ഞവൻ, നീ മറന്നുപോയാലും അബ്രഹാം മറന്നുപോയാലും ബാക്കിയുള്ളവർ മറന്നാലും മറക്കാതെ നിന്റെ അടുക്കലേക്ക് കടന്നു വന്ന് നിന്റെ പ്രശ്നത്തിന് പരിഹാരം വരുത്തുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. Instead of receiving and believing God's promises, we tend to weep over things that we shouldn't weep over. നമ്മൾ പലപ്പോഴും കരയുമ്പോൾ യാഥാർത്ഥ്യങ്ങളെ മറന്ന് അവിടെയുള്ള കിണറ് കാണാതെ തപ്പിത്തടയാണ്. We weep because we don't see the reality that's ahead of us. അവിടെ ദൈവം പറഞ്ഞില്ല ഒരു കിണറുണ്ടാകട്ടെ, ഒരു ഉറവയുണ്ടാകട്ടെ എന്നൊന്നും കൽപ്പിച്ചില്ല. അവൾക്ക് വേണ്ടി നീ ഒന്ന് സൂക്ഷിച്ചു നോക്കാൻ മാത്രമേ, അവിടെ കണ്ണിനെ മാത്രം ഒരു ഫോക്കസ് ചെയ്യുവാൻ ദൈവം കൃപ ചെയ്തപ്പോൾ അവൾ ഉറവ കണ്ടു എന്നാണ് എഴുതിയിരിക്കുന്നത്. And when the angel helped her to focus her eyes, it says that she saw a spring, but God did not create a spring for her. വെള്ളമില്ലെന്നോർത്ത് കരയുന്ന അവളുടെ അടുക്കൽ ഒരു ഉറവയുണ്ടായിട്ടും പ്രയോജനമില്ലെന്ന് അർത്ഥം. She was weeping over some water and there's a spring right next to her, but she was unable to see it. കർത്താവ് വന്ന് നിന്നിട്ടും മറിയ പിന്നെയും കരയാം. And even after Jesus had appeared, you can see Mary was still crying. സ്വർഗ്ഗത്തിൽ ചെന്നിട്ടും ദൂതന്റെ സന്നിധാനത്തിൽ, ദൈവത്തിന്റെ സന്നിധാനത്തിൽ, മൂപ്പന്മാരുടെ സന്നിധാനത്തിൽ, കെരൂബന്മാരുടെ സന്നിധാനത്തിലും യോഹന്നാൻ കരയാം. Even after going to heaven, you can see that John is weeping in front of elders and angels and even God. ഇവിടെ ഒരു കെട്ടിക്കിടക്കുന്ന ഒരു വെള്ളമല്ല,
ഒരു ഉറവയാണ് അവിടെ ഉള്ളത്. And you can see there's actually a spring here next to Hagar, and she's weeping. അവളുടെ ജീവിതകാലം മുഴുവൻ ജീവിക്കുവാനുള്ള ഒരു ഉറവ. And a spring that is enough for her to carry the rest of her life. അവൾക്ക് വേണ്ടിയുള്ള ദൈവത്തിന്റെ പദ്ധതിയെ ഓർക്കാത്തതാണ് പ്രശ്നം. She was unable to believe the covenant God had over her. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കട്ടെ. And I'd like to conclude by saying giving one more example. ഏലിശായെ പിടിക്കാൻ വന്ന സിറിയൻ സൈന്യത്തെ കണ്ടിട്ട് തന്റെ ദാസൻ നിലവിളിക്കുകയാണ്. And Elisha's servant is crying over the army that's about to capture Elisha. 2 രാജാക്കന്മാർ 6-ാം അധ്യായത്തിലാണ് അത് പറയുന്നത്. 2 Kings chapter 6. അവൻ വെളിയിലേക്ക് ഇറങ്ങി നോക്കിയപ്പോൾ ഒരു പറ്റം സൈന്യം രഥവും കുതിരയുമായിട്ട് ഇവരെ പിടിക്കാൻ വന്നിരിക്കുക. When the servant had stepped out to see, there's a huge army trying to capture them. അവനും നിലവിളിക്കുക, അയ്യോ നമ്മൾ നശിച്ചു, നമുക്ക് എന്തോ ചെയ്യുമെന്ന് ഓർത്ത് നിലവിളിക്കുകയാണ്. And the servant started weeping, saying, "Oh, we're trapped, we're captured." അവൻ കണ്ടത് ഈ ചുറ്റുപാടുള്ള സൈന്യത്തെ മാത്രമാണ്. He only saw the army that was surrounding them. എന്നാൽ കരയാതെ ധൈര്യമായി നിൽക്കുന്ന ഏലിശാ കണ്ട അതിന് ചുറ്റും നിൽക്കുന്ന ദൈവത്തിന്റെ ദൂതന്മാരെയാണ്. But what Elisha saw was the angel of God that encircled them. ദൈവത്തോട് പ്രാർത്ഥിച്ചില്ല, കർത്താവേ നിന്റെ ദൂതന്മാരെ അയക്കണമെന്ന് പറഞ്ഞില്ല, ഈ പൊട്ടന്റെ കണ്ണൊന്ന് തുറക്കണമെന്നേ പ്രാർത്ഥിച്ചു. Elisha never prayed, "God send your angels." Elisha simply prayed, "God open his eyes." അവന് വിഷൻ നഷ്ടപ്പെട്ടതാണ്. Because he has lost his vision. അവൻ കാണേണ്ടതുപോലെ കാണുന്നില്ല. He's unable to see the things as he should see. അവനെ കുറിച്ച് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. നയമാൻ കടന്നു വരുമ്പോൾ, ഇത് ക്രോണോളജിയിൽ അടുക്കും ചിട്ടയുമായിട്ട് എഴുതിയിരിക്കുന്നതല്ല. 5-ാം അധ്യായത്തിൽ നയമാൻ വരുന്നുണ്ട്, 6-ാം അധ്യായത്തിലാണ് ഇവനെ കുറിച്ച് ഇത് പറയുന്നത്. അപ്പൊ ഇതായിരിക്കും ആദ്യം സംഭവിച്ചത്. അവന്റെ വിഷൻ നഷ്ടപ്പെട്ടപ്പോൾ അവൻ നയമാന്റെ പുറകെ ഓടുകയാണ്. And after he had lost his vision, you can see that he's chasing after Naaman. നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന വിഷൻ നഷ്ടപ്പെടുമ്പോൾ കാണേണ്ടത് കാണാതെ കാണാത്തതിനെയൊക്കെ നാം കാണും. If we lose the vision that God has placed over life, we tend to weep over things that we shouldn't weep over. അവിടെ എല്ലാം കിടന്ന് നാം നിലവിളിക്കുകയാണ്. And all that is left for us to do is weep at that point. എന്നാൽ വിഷൻ ഉള്ളവൻ പറയും, കരയേണ്ട ആവശ്യമില്ല, നീ അതിന്റെ പുറകിലൊന്ന് നോക്കേ. But the one that has seen the vision and sure of it says, "Open your eyes and see the angels around ഈ you." സൈന്യമല്ല മഹാസൈന്യം വന്നാൽ ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല. No matter how big the army is, they cannot do us harm. ഇന്ന് പകൽക്കാലം ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കട്ടെ. Let me conclude my words today. അത് ഗേഹസിയാണോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാതെ അവന്റെ ശിഷ്യനെന്നേ പറഞ്ഞിട്ടുള്ളൂ. ഗേഹസിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം അവന്റെ വിഷം നഷ്ടപ്പെട്ട് അവൻ പോയത് ആ പുസ്തകത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. I believe that the servant mentioned there is Gehazi. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും കാണേണ്ടത് കാണാതെ, ശ്രദ്ധിക്കേണ്ടത് ശ്രദ്ധിക്കാതെ, വിഷൻ നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ നിലവിളിച്ച് ജീവിതം നശിപ്പിക്കുകയാണ്. Likewise, we tend to, when we lose our vision, we tend to weep over things that we shouldn't weep over. ദൈവിക വാഗ്ദാനങ്ങൾ ഓർക്കാതെ നമ്മുടെ സാഹചര്യത്തിൽ നിന്ന് നാം നിലവിളിച്ച് മറ്റുള്ളവരെ കൂടെ കൊച്ചിനെ കൊണ്ട് നിലവിളിച്ച് ആകെ ഒരു കൂട്ടക്കരച്ചിലാണ് ഹാഗാറിന്റെ കൂടെ നടന്നാൽ. Instead of remembering of God's covenant over life, we just tend to weep. കർത്താവ് നേരിട്ട് പറഞ്ഞിട്ടും ദൂതന്മാർ വന്ന് പറഞ്ഞിട്ടും ശിഷ്യന്മാർ പറഞ്ഞിട്ടും കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന മറിയയാണ് നാം കാണുന്നത്. You can see the example of Mary, who after even angels speaking to her, even after Jesus spoke to her, she's weeping. സ്വർഗത്തിൽ പോയിട്ടും ദർശനത്തിലും താൻ ചിന്തിക്കുന്നത് പോലും കാര്യങ്ങൾ കാണുന്നില്ലെന്ന് കേട്ടപ്പോൾ, സംഭവിക്കുന്നില്ലെന്ന് അറിഞ്ഞപ്പോൾ താൻ നിലവിളിക്കുകയാണ്. And John in heaven weeping because he's not seeing the things that he believes he should be seeing. ഇവിടെ എല്ലാം ദൈവത്തിന് പറയാനുള്ളത്, ഈ ദൈവ പദ്ധതി ഓർത്ത് നീ കരയേണ്ട. നിന്നെയും നിന്റെ കുഞ്ഞുങ്ങളെയും നിന്റെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ കരയേണ്ടത് എന്താണ്? നിന്റെ പാപത്തെക്കുറിച്ച്, നിന്റെ മാനസാന്തരമില്ലായ്മയെക്കുറിച്ച്, നിന്റെ ലോകത്തെ സ്നേഹത്തെക്കുറിച്ച്, നിന്റെ മെറ്റീരിയലിസത്തെക്കുറിച്ച്, ദൈവഭക്തി നഷ്ടപ്പെട്ടതിനെക്കുറിച്ചാണ് നീ കരയേണ്ടത്. And you can see that God says, do not weep over my plans, weep over your sin and repent and weep over things that are affecting your life. ദൈവത്തിന്റെ പദ്ധതി അവൻ തികച്ചെടുക്കും. God will complete his work. റിയാലിറ്റിയും ദൈവവാഗ്ദാനവും ദൈവത്തിന്റെ പർപ്പസും ഗ്രഹിക്കാതെ നിനക്ക് ദുഃഖിതനായി ജീവിക്കാം. All you're left to do is weeping unless you realize the true covenant God has placed on you. ദൈവം പറയുന്നത് നീ കരയേണ്ട ആവശ്യമില്ല. In all the situations, God's saying, do not weep. നീ കരയണം, കരയേണ്ടതിന് വേണ്ടി മാത്രം. You should weep over things that you should actually weep over. നിന്റെ ജീവിതം കണ്ടാൽ ഇവരെ പോലെ അല്ലേ ഇന്ന് നിന്റെ ജീവിതം. If we examine our life, are our lives just like theirs? പ്രശ്നങ്ങളെ കാണുമ്പോൾ, പ്രതിസന്ധി അഭിമുഖീകരിക്കുമ്പോൾ, ജീവിതത്തിൽ നിരാശനായി, ദുഃഖിതനായി, വളരെ ഡെസ്പോണ്ടന്റായി, ജീവിതത്തിൽ അർത്ഥമില്ലാത്തവനെ പോലെ, മറ്റുള്ളവരെ പോലെ മാത്രമാണോ നിന്റെയും ജീവിതം? Are you just weeping over things because you are unable to see God's vision over your life? എന്നെ വിളിച്ചവൻ വിശ്വസ്തനാണ്, അവൻ അത് നിവർത്തിക്കുമെന്ന് നിനക്ക് ഉറപ്പുണ്ടോ? Do you have the surety that the one who called you is able?
എന്നിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചാണ് അത് തികയ്ക്കാൻ വിശ്വസ്തനെന്ന് നീ എണ്ണുന്നുണ്ടോ? that he will finish the good work that he has started in you. അപ്പോസ്തലൻ പൗലോസ് പറയുന്നത് പോലെ ഞാൻ ആരെ വിശ്വസിക്കുന്നു അവൻ എൻ്റെ ഉപനിധി അവസാനം വരെ കാക്കുവാൻ ശക്തനെന്ന് നീ ഉറച്ചിരിക്കുന്നു. And like Paul says, the one I believe in will carry out his good work. എന്തും വരട്ടെ വാക്ക് പറഞ്ഞവൻ മാറുകയില്ല. Whatever happens, the one who has promised will never change. അവൻ വാക്ക് മാറുവാൻ മനുഷ്യനല്ല. He is not a man to change his words. അവൻ പോഷ്ക്ക് പറയയില്ല. He will not say foolish things. ആയതുകൊണ്ട് നീ ഫോക്കസ് ചെയ്യേണ്ടത് ഫോക്കസ് ചെയ്യാം. Likewise, you should focus on the things that you should focus on. കർത്താവ് നിന്നോട് പറഞ്ഞുവെങ്കിൽ അവൻ നിന്നെ അക്കരെ എത്തിക്കും. If that God has promised you, he will carry out his promises. മറ്റുള്ളവർക്ക് എന്ത് സംഭവിക്കുമെന്ന് നീ വിചാരിക്കേണ്ട ആവശ്യമില്ല. നിന്റെ കാര്യം നീ ചിന്തിക്കുക. You don't need to be concerned about what happened to other people. Be concerned with yourselves. നമ്മുടെ ജീവിതം കരയേണ്ടതിന് വേണ്ടി മാത്രം കരഞ്ഞ് ബാക്കിയുള്ളിടത്ത് കർത്താവിൻ്റെ വാഗ്ദാനങ്ങൾ യഥാർത്ഥത്തിൽ ദൈവം നമുക്ക് ഒരുക്കിയിരിക്കുന്നതിൽ വിശ്വസിച്ച് സന്തോഷിച്ച് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ വാക്കുകൾ ചൊല്ലുന്നു. I would like to conclude by saying, let's weep over the things that we should weep over and put your faith and hope in God and see the vision that he has placed over you. നമുക്ക് പ്രാർത്ഥിക്കാം. Let us pray. പരിശുദ്ധനായ കർത്താവേ, നല്ല ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൽ നീ ചെയ്തിരിക്കുന്ന മഹാത്ഭുതവും നീ ആരാണെന്നും നീ ഞങ്ങൾക്ക് വേണ്ടി വാഗ്ദാനം ചെയ്തിരിക്കുന്നതും ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ദർശനത്തിൽ ഉറച്ചു നിന്ന് കാണേണ്ടത് കണ്ട് ഗ്രഹിക്കേണ്ടത് ഗ്രഹിച്ച് കർത്താവെ മാനസാന്തരപ്പെടേണ്ടതിൽ നിന്ന് മാനസാന്തരപ്പെട്ട് നീ ഞങ്ങൾക്ക് വേണ്ടി വെച്ചിരിക്കുന്ന പാതയോടുവാൻ ഞങ്ങളെ നീ സഹായിക്കണമേ. അടിയനെ അതിന് പ്രതീക്ഷിക്കുന്നു. അടിയനെ കേട്ടതിൻ്റെ മക്കളെ അതിന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും ഞങ്ങൾ നിരാശരായി ദുഃഖിതരായി സമയം വൃഥാ കളയുന്നവരാണ്. ഇന്നലകളെക്കുറിച്ച് ചിന്തിച്ച് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഇന്നത്തെ സന്തോഷം നഷ്ടപ്പെടുത്തുന്നവരാണ്. നാളെക്കുറിച്ചുള്ള പ്രത്യാശ ഞങ്ങൾക്ക് പലപ്പോഴും നഷ്ടപ്പെടുകയാണ്. ജീവിതത്തിൽ പ്രതിസന്ധിയില്ലാത്ത ഒരു സാഹചര്യവും നിനക്ക് പോലും ജീവിതത്തിൽ ഇല്ലായിരുന്നു. നീ അതിൻ്റെ നടുവിൽ എങ്ങനെ വിജയിച്ചു എന്ന് കണ്ട്, നിന്റെ ശിഷ്യന്മാരെങ്ങനെ വിജയിച്ചു എന്ന് കണ്ട്, നീ ഞങ്ങൾക്ക് വേണ്ടി തന്നിരിക്കുന്ന വാഗ്ദാനങ്ങളെ നോക്കിക്കൊണ്ട് ഞങ്ങളുടെ യാത്ര മുന്നോട്ട് പോകുവാൻ ഞങ്ങളെ ഒക്കെയും പ്രാപ്തരാക്കണമേ. അതിനെ കേട്ടതിന് മക്കളെയൊക്കെയും ആസ്വദിക്കണമേ. കർത്താവെ, അവരുടെ ആവശ്യങ്ങൾ നീ അറിയുന്നുണ്ടല്ലോ, അവരുടെ ഭാരങ്ങൾ നീ അറിയുന്നുണ്ട്, അവരുടെ ദുഃഖങ്ങൾ നീ അറിയുന്നുണ്ട്. ഈ ലോകവ്യാപകമായി വ്യാപിച്ചിരിക്കുന്ന കോവിഡിൽ നിന്ന് ജനത്തെ നീ വിടുവിച്ച് എത്രയും വേഗം ഞങ്ങൾക്ക് സന്തോഷമുള്ളവരായി ഞങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം നിവർത്തിച്ചെടുക്കുവാൻ ഞങ്ങൾക്കിടയാക്കണമേ. നീ ഞങ്ങൾക്ക് വേണ്ടി കർത്താവെ നിന്റെ ഹിതമായി എന്തെങ്കിലും അയക്കുന്നുണ്ടെങ്കിൽ അത് കണ്ടിട്ട് നീ എങ്കിലും അതിൽ കൂടെ ഞങ്ങൾ പഠിക്കേണ്ട പാഠം പഠിച്ച് നിന്നെ ഉയർത്തി നിനക്ക് മഹത്വം കരയറ്റി ഞങ്ങൾ നല്ലവനും വിശ്വസ്തനും എന്നുള്ള വിളി കേട്ട് മുന്നോട്ട് പോകുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം. ഈ രാജ്യത്തിനായി സ്തോത്രം. എല്ലാ മനുഷ്യർക്കായി സ്തോത്രം. എല്ലാവരെയും നീ സംരക്ഷിച്ചാട്ട് ദുഷ്ടന്റെ കയ്യിൽ ഏൽപ്പിക്കാതെ എല്ലാവരെയും സൂക്ഷിക്കണമേ. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും കർത്താവിന്റെ കൃപയും പരിശുദ്ധാത്മാവാൻ ദൈവത്തിന്റെ സംസർഗം കൂട്ടായ്മയും നമ്മളോടും നാം പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളോടും ലോകത്തുള്ള സകല വിശുദ്ധന്മാരോടും പ്രത്യേകിച്ച് എന്നും എന്നേക്കും ഉണ്ടാകുമാറാകട്ടെ. ആമേൻ. ദൈവം നമുക്ക് തന്ന നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ കൃപ കൂടെ ഉണ്ടാകട്ടെ. ഈ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നെങ്കിൽ മറ്റുള്ളവർ കൂടെ ഷെയർ ചെയ്യുക. വീണ്ടും നമുക്ക് കാണാം. പ്രൈസ് ദി ലോർഡ്. ദൈവം അനുവദിച്ചാൽ പ്രൈസ് ദി ലോർഡ്.